പാലക്കാട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എ ഗ്രൂപ്പ് യോഗം ചേർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എങ്ങനെ എത്തിക്കും എന്നതുൾപ്പെടെ ചർച്ചയായി. മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും യോഗത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. അതേസമയം യോഗം ചേർന്നെന്ന വാർത്ത ഷാഫി പറമ്പിൽ നിഷേധിച്ചു. കല്യാണത്തിന് വന്നതാണെന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. ക്ലബ്ബുകളുടെയും മറ്റും പൊതുപരിപാടികളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുക. അടുത്തയാഴ്ചയോടെ പാലക്കാട്ടെത്തി MLA ഓഫീസിൽ സജീവമാകും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും MLA സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഉപതിരഞ്ഞെടുപ്പ് വരികയും BJP വിജയിക്കുകയും ചെയ്താൽ അത് ദോഷകരമാകുമെന്നതിനാൽ പാർട്ടിയിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ തന്നെയാണ് രാഹുലിനെ പുറത്താക്കി തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത്. 5ഓളം പെൺകുട്ടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഇതിൽ ട്രാൻസ് വനിതയും ഉൾപ്പെടുന്നു. ഗർഭഛിദ്രം നടത്തിക്കുമെന്നും കൊല്ലുമെന്നു വരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് കരുതുന്ന ശബ്ദരേഖകൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് പാർട്ടി സമ്മർദ്ദത്തിലായത്. അതേസമയം പാലക്കാട് ഷാഫി വീണ്ടും സജീവമാകുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന അഭ്യൂഹവും പരന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനു പിന്നാലെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പരാതി ഉന്നയിക്കപ്പെട്ടെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം കൃഷ്ണകുമാറിനെതിരെ സമരത്തിന് തയ്യാറാകാത്തതും പാർട്ടിയെ വലയ്ക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയാൽ ഏത് വിധേനയും തടയുമെന്നാണ് ഇടതുപക്ഷവും BJPയും പറയുന്നത്. അത് പ്രശ്നം കൂടുതൽ വഷളാക്കിയേക്കുമെന്ന അഭിപ്രായവും DCCയിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. അതേസമയം സെപ്റ്റംബർ 15-ന് നിയമസഭ ചേരുന്നതിനാൽ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിലും ചർച്ച നടന്നുവരികയാണ്. ഇരുപക്ഷത്തുമില്ലാതെയുള്ള പ്രത്യേക സീറ്റായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.